നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനുക്കൂറിലും മകരക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ്. പൊതുവെ പറഞ്ഞാൽ വ്യാഴത്തിന്റെ ആനുകൂല്യമുള്ള സമയമാണ്. ഉത്രാടം 1-ാം പാദത്തിൽ, അതായത് ധനുക്കൂറിൽ ജനിക്കുന്നവർക്ക് ഈ വർഷം അഭീഷ്ട കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിലൂടെ അധികാര ലബ്ധിയൊക്കെ കൈവരുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. കാലത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്വയം മാറാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. കണ്ടകശനി കാലമായതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളൊക്കെ ലക്ഷ്യത്തെ പിന്നോട്ട് വലിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അക്കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. മകരക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധ്വാന ഭാരം കൂടാം. സംരംഭങ്ങളൊക്കെ സമാരംഭിക്കാൻ പലതരം കടമ്പകൾ കടക്കേണ്ട സാഹചര്യങ്ങൾ മകരക്കൂറുകാർക്കുണ്ടായേക്കാം. വീട് നിർമ്മാണം, ജീർണോദ്ധാരണം എന്നിവയൊക്കെ സാധ്യമാകുന്നതാണ്. 3-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലെയാണെങ്കിലും സ്ഥിര വളർച്ചയ്ക്ക് വഴി തുറന്നു വരുന്നതാണ്. പ്രണയകാര്യങ്ങൾക്ക് വിഘ്നങ്ങളൊക്കെ മകരക്കൂറുകാർക്കുണ്ടാകുന്നതാണ്. വേർപിരിയലുകൾ വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. വരുമാന മാർഗമൊക്കെ ഉയരുമെങ്കിലും നിക്ഷേപ സമാഹരണം ചിലപ്പോൾ സാധ്യമാകത്തില്ല. ധനുക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി ആരോഗ്യപരമായിട്ട് ഗുണമുണ്ടാകുന്നതാണ്. മകരക്കൂറുകാർക്കും ആരോഗ്യകാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് വർഷാദ്യം ധനലാഭം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ 2-ാം പകുതി ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനലാഭം ഉണ്ടാകുന്നതാണ്. വീട് വാഹന യോഗം ഒക്കെ 2-ാം പകുതിയിൽ ധനുക്കൂറുകാർക്കുണ്ടാകും. എന്നാൽ മകരക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ 2-ാം പകുതിയിൽ തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ഉത്രാട നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സ് വരെ സൂര്യദശ എന്ന കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ 13 വയസ്സ് വരെ ചന്ദ്രദശയും, 20 വയസ്സ് വരെ ചൊവ്വാദശയും, 38 വയസ്സ് വരെ രാഹുർദശയും, 54 വയസ്സ് വരെ വ്യാഴദശയും, 73 വയസ്സ് വരെ ശനിദശയുമാണ്. 2026 ചന്ദ്രദശ, രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങളൊക്കെ ഉള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റു ദശാകാലങ്ങളിലൊക്കെ ഉള്ള ഉത്രാട നക്ഷത്രക്കാർ 2026 പരിഹാര കർമ്മങ്ങളെ ചെയ്യുക. എല്ലാ ഉത്രാട നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.